പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാൽ ഇന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ പറയും, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം ഉറപ്പായും എന്നെ നിങ്ങളെയും ശക്തീകരിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുക, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ അനേക വാക്കുകൾ നമ്മെ തളർത്തുന്നതാണ്. അല്ല, നാം ഇടപെടുന്ന ഈ ലോകം നമ്മുടെ ബലത്തെ ക്ഷയിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയാൽ അനേകർ പാരമ്പര്യ രോഗങ്ങളിൽ, ഡയബറ്റിക്കും ബിപിയും കൊളസ്ട്രോളും ഇങ്ങനെയൊക്കെ സാധാരണ നിലയിലുള്ള എല്ലാവർക്കും രോഗങ്ങളാൽ ഭാരപ്പെടുകയും ദൈനംദിന ജീവിതത്തിൽ അനേക പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ ബലം കുറഞ്ഞു വരുന്ന ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളും കാണുന്നത്. എന്നാൽ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, ദൈവത്തോട് അടുത്തേ, എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കും. എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. 30-ാമത്തെ വാക്യം, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരോ ഇടറി വീഴും. 31-ാമത്തെ വാക്യം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ എന്നോട് നിങ്ങളോട് ദൈവം ഈ വചനത്തിലൂടെ വ്യക്തമായി സംസാരിക്കുകയാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകും, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ആ പാദപീഠത്തിൽ ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. അതിൻ്റെ 31-ാമത്തെ വാക്യം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും കാണാത്ത വലിയ അത്ഭുതങ്ങൾ, ഇതുവരെയും കാണാത്ത ഒരു വലിയ ബലം നിങ്ങളുടെ മേലിൽ വ്യാപരിക്കാൻ പോവുകയാണ്. കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. വിശ്വസിക്കാമോ? നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ വാക്യം
ചിലവരുടെ മേളിലേക്ക് അയക്കപ്പെടുകയാണ്. ബലമില്ലാതെ ശക്തിയില്ലാതെ നിൽക്കുന്ന ചിലവരെ ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി സ്പർശിക്കാൻ പോവുകയാണ്. ചിലവരെ തൊട്ട് ബലപ്പെടുത്തുകയാണ്. മനുഷ്യ സാദൃശ്യത്തിലുള്ള ദൂതന്മാർ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. ഇന്നുവരെയും കാണാത്ത ഗുഡ് ന്യൂസുകൾ കേൾക്കേണ്ടതിനായിട്ട്, ഇന്നുവരെയും കാണാത്ത അത്ഭുതങ്ങൾ കാണുന്നതിനായിട്ട് ഈ പ്രഭാതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനോട് പറഞ്ഞ അതേ പദം ഇന്ന് ഞാനും നിങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസിനോട് ദൈവം പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾ പല മേഖലകളിൽ തളർന്നു പോയിട്ടുണ്ടാകാം. ജോലിയിൽ ഭാരപ്പെട്ട് തളർന്നിട്ടുണ്ടാകാം. ഹല്ലേലൂയ. കുടുംബ വിഷയത്തിനകത്ത് തളർന്നു പോയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. സാമ്പത്തിക വിഷയത്തിനകത്ത് തളർന്നു പോയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം നിങ്ങൾ ഇതുവരെയും തളർന്നവരാണെങ്കിൽ ഇതാ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുവാനായിട്ട് കർത്താവിൻ്റെ ആ ശക്തി ഇന്ന് ചിലവരെ തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയുടെ ഒരു പുതുക്കം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കാൻ പോകുന്നു. ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തി ചിലവർക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ശക്തീകരിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേളിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങയുടെ അത്യന്ത ശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേളിൽ, ഈ മൺകൂടാരത്തിൻ്റെ മേളിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.